അങ്ങനെ ജന്തർ മന്ദറിലെയും സ്വാമി മൻസിംഗ് മ്യൂസിയത്തിലെയും കാഴ്ചയെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇപ്പോൾ എത്തിയ സ്ഥലമാണ് ഈ ഹവ മഹൽ. ജയ്പൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പാലസാണ് ഈ ഹവ മഹൽ. ജയ്പൂർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലോടിയെത്തുന്നൊരു സംഭവമായിരിക്കും ഈ ഹവ മഹൽ. ഈ ഹവ മഹൽ സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ തന്നെയാണ്. റോഡിന് രണ്ട് സൈഡിലും ഒത്തിരി കടകളുണ്ട്. ആ കടയുടെ ഒരു സൈഡിലായിട്ട് ഒരു റോഡിൻ്റെ സൈഡിലായി തന്നെയാണ് ഈ ഹവ മഹൽ. ഹവ മഹൽ എന്ന് പറഞ്ഞാൽ പാലസ് ഓഫ് വിൻഡ്സ്. റെഡ് ആൻഡ് പിങ്ക് സ്റ്റോൺ വെച്ചാണ് ഈ ഹവ മഹൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ ഇതിന് മൊത്തം ഏകദേശം 953 വിൻഡോസ് ഉണ്ട്. ഈ വിൻഡോസ് മൊത്തം സാൻഡ് സ്റ്റോൺ ഗ്രില്ല് വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല രസമാണ് അത് കാണാൻ. നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം കേട്ടോ ഈ ഹവ മഹൽ. ഞാൻ ഇവിടുന്ന് ഉള്ളിലേക്ക് കയറുന്ന എതിരൊന്ന് കുറേ നടന്നു. കാരണം ആക്ച്വലി നമ്മൾ ഇവിടുന്ന് കാണുന്നത് ഇത് ഹവ മഹലിൻ്റെ പുറവശമാണ്. അതുകൊണ്ട് ഇവിടെ ഇതിലെ ഒരു ചെറിയൊരു വഴിയുള്ളൂ നമുക്ക് ഹവ മഹലിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പാസേജ്. അങ്ങനെ ആൾക്കാരെല്ലാം ചോദിച്ച് വഴി കണ്ടുപിടിച്ച് നേരെ ഞാൻ ഉള്ളിലേക്ക് നടന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവഴിയെ നേരെ ചെന്ന് എത്തുന്നത് ഹവ മഹലിൻ്റെ മുൻവശത്തേക്കാണ്. ഇവിടെയാണ് ഇതിൻ്റെ മുൻവശം, മെയിനായിട്ടുള്ള ഗേറ്റ്, മെയിൻ ടിക്കറ്റ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ ഇതിൻ്റെ ഇവിടെയാണ്, ഈ സ്ഥലത്താണ്. നമ്മൾ റോട്ടിൽ നിന്ന് കാണുന്നത് ഇതിൻ്റെ പുറകുവശമാണ്. നമ്മൾ ഫോട്ടോയിൽ കാണുന്നതും ഹവ മഹലിൻ്റെ പുറകുവശമാണ്. ഈ രാജസ്ഥാനിൽ എവിടെ ചെന്നാലും നമുക്ക് രാജസ്ഥാനി ഡ്രസ്സിൽ ഫോട്ടോ എടുക്കുന്ന സഞ്ചാരികളെ നമുക്ക് കാണാം. എന്തായാലും അവിടുന്ന് നേരെ ഞാൻ നടന്നത് ടിക്കറ്റ് കൗണ്ടറിലേക്കാണ്. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്കിനി ഉള്ളിലേക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇനി നേരെ ചെറിയൊരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ എത്തുന്നത് ഹവ മഹലിലേക്കാണ്. ചെറിയൊരു ഗേറ്റ്, ഒരു കോറിഡോർ. അത് കഴിഞ്ഞ് നമ്മൾക്ക് നേരെ എത്തുന്നത് വലിയൊരു നടുമുറ്റത്തേക്ക്. ഇതാണ് ഹവ മഹലിൻ്റെ നടുമുറ്റം. ലാൽചന്ദ് ഉസ്താദ് എന്ന് പറഞ്ഞ ഒരു ആർക്കിടെക്റ്റാണ് ഈ ഹവ മഹൽ പണി കഴിപ്പിച്ചത് 1799. ഇതിന് മൊത്തത്തിൽ 5 ഫ്ലോറുണ്ട്. 5 ഫ്ലോറിൽ ഇപ്പം നമ്മളുള്ളത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ 1ാമത്തെ നിലയിൽ. ഈ 1ാമത്തെ നിലയിൽ നിന്ന് നമുക്ക് ഈ ഉള്ളിൽ കയറിയിട്ട് ഹവ മഹൽ കാണൂലേ, ഇത് നല്ലൊരു കാഴ്ച കേട്ടോ. തൊട്ടുമുള്ള ഒരു ചെറിയ ഫൗണ്ടനൊക്കെ ഉണ്ട്. ഈ ഹവ മഹൽ ഉണ്ടാക്കിയത് ഇവിടുത്തെ താമസിച്ച് ഈ അംബേർ രാജവംശത്തിൽ ഇതിൽ നടക്കുന്ന പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കുന്ന വുമൺസിന്, സ്ത്രീകൾക്ക് അവർക്ക് റോട്ടിൽ കൂടെ നടക്കുന്ന പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയൊക്കെ ഉണ്ടാക്കിയൊരു പാലസാണിത്. ഇവിടുന്ന് ഈ ഹവ മഹലിൽ നിന്ന് നമ്മൾ തൊട്ടുമുമ്പുള്ള ഒരു ഓപ്പോസിറ്റുള്ള ഒരു സിറ്റി പാലസ് ഉണ്ടല്ലോ, ആ പാലസിലേക്കൊരു ഒരു ചെറിയൊരു പാസേജ് ഉണ്ട്. അതായത് സ്ത്രീകൾക്ക് റോഡ് മുറിച്ച് കടക്കാതെ തന്നെ ഡയറക്റ്റ് ആ കൊട്ടാരത്തിലേക്ക് പോകാൻ പറ്റുന്ന ചെറിയൊരു പാസേജ് ഉണ്ട് ഈ ഹവ മഹലിൽ നിന്ന്. ഇത് ഓരോ നിലയിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറിയ ഇടവഴികളാണുള്ളത്. നമ്മൾ 1ാമത്തെ നിലയിൽ നിന്ന് 2ാമത്തെ നിലയിലേക്ക് എത്തുന്നു. പിന്നെ 3, 4, 5 നിലയിലേക്ക് പോകും തോറും ഇതിൻ്റെ റൂമുകളുടെ എണ്ണം കുറഞ്ഞു വരും. ഈ താഴത്തെ നിലയിൽ ഒത്തിരി റൂംസൊക്കെ ഉണ്ട്, ഒത്തിരി വലിയ ഹാൾ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ 2ാമത്തെ നിലയിലേക്ക് വരുമ്പം അതിൻ്റെ നമ്പറും സൈസൊക്കെ കുറവാണ്. ടോപ്പ് ഫ്ലോറിൽ, അതായത് 5ാമത്തെ ഫ്ലോറിൽ ഒരു സിംഗിൾ റൂമിനുള്ള ഒരു സ്പേസേ ഉള്ളൂ. കാരണം ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയേക്കുന്നത് ഒരു പിരമിഡിൻ്റെ ഷേപ്പിലാണ്. അതായത് ഒരു പിരമിഡ് പോലെയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഒരു ഫൗണ്ടേഷനും ഇല്ലാതെ ഉണ്ടാക്കിയേക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് ഈ ഒരു ബിൽഡിംഗ്. ഫൗണ്ടേഷൻ ഇല്ലാത്തതാണ് ഈ ഹവ മഹൽ. ഇവിടെയുള്ള ഇങ്ങനെയുള്ള ഈ 953 ചെറിയ വിൻഡോസ് ഉണ്ടല്ലോ, ഇതിൽ കൂടെയാണ് ഈ താഴെ നടക്കുന്ന പ്രോഗ്രാംസൊക്കെ ഈ അന്തഃപുര സ്ത്രീകൾ കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഇതിലേക്കോ കുറേ നടന്നു. അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോറിലെത്തി. 2nd ഫ്ലോറിൽ നിന്ന് ഇതിപ്പോൾ 3ാമത്തെ നിലയിലെത്തി. നമ്മൾ മുകളിൽ കയറും തോറും നടുമുറ്റത്തിൻ്റെ സൈസും കുറഞ്ഞു വരും. ചെറിയ പലക വെച്ചിട്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഇങ്ങനെ 2 വിൻഡോസിൻ്റെയൊക്കെ ഡോർ ഉണ്ടാക്കിയേക്കുന്നത്. ചില വിൻഡോസൊക്കെ ഓപ്പണാണ്, ചില വിൻഡോസൊക്കെ ക്ലോസ്ഡ് ആണ്. എൻ്റെ പ്ലാൻ ഇവിടെ എങ്ങനെയായിരുന്നു മുകളിൽ കയറണം. പക്ഷെ മുകളിലേക്കുള്ള വഴി തപ്പി ഞാൻ നടക്കുവാണ്. ഇവിടുന്ന് നമ്മൾ പോകുന്ന വഴിയൊന്നും അധികം പേരൊന്നും കാണുന്നുമില്ല. ഈ ഹവ മഹലിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ നടക്കുവാണ്. നമ്മൾ ഗൈഡില്ലല്ലോ, അപ്പം നമ്മൾ മുകളിലേക്ക് പോകാനുള്ള വഴി ഇങ്ങനെ ചോദിച്ച് കണ്ടുപിടിച്ച് തന്നെ പോകണം. ഈ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഹവ മഹലിനുള്ളിൽ കൂടെ ചുറ്റും ഒന്ന് വട്ടം കറങ്ങി. അങ്ങനെ ഇതിലെയാണ് മുകളിലേക്കുള്ള വഴി. ഈ മുകളിലേക്കുള്ള വഴി ചെറിയൊരു പാസേജ് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും തിരക്കായിരിക്കും, കയറിപ്പോകുന്നവർ ഇറങ്ങി വരുന്നവരൊക്കെ ആയിട്ട്. ഇനിയുണ്ട് മുകളിലേക്ക് 2-3 ഫ്ലോറും കൂടെ. പക്ഷെ അത്ര വലിയ മുറ്റമൊന്നുമില്ല. നേരെ ചെറിയ റൂമിൻ്റെ സൈസൊക്കെ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് എത്തും.
ഈ എന്താ പറയണ്ടേ ലിഫ്റ്റൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊന്നും പറ്റിയൊരു സ്ഥലമല്ല ഈ ഹവാമഹൽ. ഈ 3ഉം 4ഉം നിലയിലേക്ക് കയറി പോകാൻ വേണ്ടി സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ രണ്ട് നിലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് റാമ്പ് പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അവസാനത്തെ 2-3 നിലയിലേക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഈ സ്റ്റെപ്പ് കയറി നമുക്ക് മുകളിലത്ത് കഴിയുമ്പോൾ നല്ലൊരു കാഴ്ചയുണ്ട്. അതായത് ജയ്പൂർ സിറ്റി, ആരവല്ലി മൗണ്ടെയ്ൻസ്, അങ്ങനെയൊക്കെ നല്ലൊരു കാഴ്ച. ഇപ്പോൾ നമ്മൾ 4ാമത്തെ നിലയിലാണ്. 4ാമത്തെ നിലയിൽ നിന്ന് 5ാമത്തെ നിലയിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചെറിയൊരു വഴിയുള്ളൂ, കൃഷ്ടിച്ച് ഒരാൾക്ക് കയറി പോകാം. ഈ വരുന്ന ആൾക്കാർ മൊത്തം അങ്ങോട്ട് കയറുന്നുമുണ്ട്. അതുകൊണ്ട് അവിടെ കയറുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി തിരക്കാണ് ഈ 5ാമത്തെ ഫ്ലോറിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ. പക്ഷേ 5ാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുള്ള കാഴ്ച അത് മനോഹരമാണ്. കാരണം നമുക്ക് ജയ്പൂർ സിറ്റി പാലസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം കാണാം. ചുറ്റിനും ഓപ്പോസിറ്റും ഈ ജയ്പൂർ സിറ്റി ഉള്ളത് ആരവല്ലി മൗണ്ടെയ്ൻസ്, അതങ്ങ് ദൂരെ കാണാം. അത് നല്ലൊരു കാഴ്ച കേട്ടോ. ഏതായാലും നല്ല തണുപ്പുമുണ്ട്, നല്ല കാഴ്ചയുണ്ട്, നല്ല കൂളായിട്ട് ബ്രീസും ഉണ്ട്. അങ്ങനെ നല്ല രസമാണ് ഇതിൻ്റെ ഈ ഹവാമഹലിൻ്റെ 5ാമത്തെ നിലയിൽ കയറി കഴിഞ്ഞാൽ. ഏതായാലും ജസ്റ്റ് ഒന്ന് കയറി പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. കാരണം ഭയങ്കര തിരക്കാണ്, എല്ലാവരും ധൃതി കൂട്ടുന്നു ഇറങ്ങി വരാൻ വേണ്ടി, ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതുകൊണ്ട് ഏതായാലും താഴോട്ടിറങ്ങി നേരെ ഇനി പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക്. ഈ വഴി നമ്മൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇത് ആക്ച്വലി ഇറങ്ങി പോകാനുള്ള വഴിയാണ്. പക്ഷേ ഇതിൽ ആൾക്കാർ ഇഷ്ടംപോലെ കയറി വരുന്നുണ്ട്. ഇത് 1ാമത്തെ ഫ്ലോറിൽ നിന്ന്, അതായത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് 5ാമത്തെ നിലയിലേക്ക് കയറി വരാനുള്ള ചെറിയ റാമ്പാണ്. പക്ഷേ ഇതിലെ ആൾക്കാർ കയറി വരുന്നുണ്ട്. ഇത് നമുക്ക് നേരെ 1ാമത്തെ ഫ്ലോറിലേക്കാണ് ഈ വഴി നമുക്ക്. ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഒരു സൈഡിൽ തന്നെ ഇങ്ങനെ ചെറിയ മ്യൂസിയം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു ആകർഷണം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടത് ഈ ഹവാമഹലിൻ്റെ ചെറിയൊരു മിനിയേച്ചർ, ചെറിയൊരു മോഡൽ സാമ്പിളോട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജസ്റ്റ് കണ്ടു. പിന്നെ നേരെ ഹവാമഹലിൻ്റെ മുൻവശത്തേക്ക് നമ്മൾ കുറച്ചുകൂടെയാണ് ആദ്യം കയറി വന്നത്. ഇനി നേരെ മുൻവശത്തേക്ക് തന്നെ ഇറങ്ങി ഇവിടെ നിന്ന് ഇനി ഓട്ടോ പിടിച്ചിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകണം. അതാണ് ജൽമഹൽ. അവിടുന്ന് പിന്നെ നേരെ അമ്പയർ ഫോർട്ട്. ഈ ജൽമഹൽ ഒരു സംഭവം കേട്ടോ. കാരണം ഒരു വലിയൊരു തടാകത്തിനുള്ളിൽ വലിയൊരു പാലസ്. ആ പാലസിൻ്റെ 4-5 ഫ്ലോർ വെള്ളത്തിനടിയിലാണ്. ഒരു ഫ്ലോർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ജൽമഹൽ. ഇനി പോകുന്നത് അങ്ങോട്ടാണ്.